റിയോ ജെ നീറോയിലെ യേശുക്രിസ്തുവിന്റെ ഒരു ആർട്ട് ഡെക്കോ പ്രതിമയാണ് ക്രൈസ്റ്റ് ദി റിഡീമർ. 1931 ഈ പ്രതിമ പൂർത്തീകരിച്ചത്. ലോകമെമ്പാടുമുള്ള ക്രിസ്തുമതത്തിന്റെ പ്രതീകമായി ഈ പ്രതിമ മാറിയിരിക്കുന്നു. കൂടാതെ റിയോയ്ക്കും ബ്രസീലിനും ഒരു സാംസ്കാരിക ഐക്കണും ലാൻഡ്മാർക്കുമായി മാറിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത്? ബ്രസീലിലെ അവസാന ചക്രവർത്തിയായ പെട്രോ രണ്ടാമനിൽ നിന്നുള്ള ധനസഹായത്തോടെ റിയോയിലെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു ക്രിസ്ത്യൻ സ്മാരകം സ്ഥാപിക്കുക എന്ന ആശയം ഒരു പ്രാദേശിക പുരോഹിതൻ ആദ്യം മുന്നോട്ടുവച്ചു. എന്നാൽ 1889 ബ്രസീൽ ഒരു റിപ്പബ്ലിക്കായി മാറിയതിനുശേഷം ഈ ആശയം ഉപേക്ഷിക്കപ്പെട്ടു. അതായത് പള്ളി രാജ്യത്ത് നിന്ന് വേറിട്ടതായിരിക്കും. 20 മുതൽ 25 വർഷങ്ങൾക്ക് ശേഷം ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നതുവരെ ഒരു മതചിഹ്നത്തിനായുള്ള ആശയം വീണ്ടും നിർദ്ദേശിക്കപ്പെടുന്നതുവരെ ബ്രസീലിയൻ സമൂഹത്തിൽ മതവിശ്വാസത്തിന്റെ അഭാവത്തെക്കുറിച്ച് നാട്ടുകാർ ആശങ്കാകുലരായിരുന്നു. കൂടാതെ റിയോയിലെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ബ്രസീലിയൻ ജനതയിൽ ക്രിസ്തുമതത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്നും പ്രതിമ റിയോയിലെ എല്ലാവർക്കും ദൃശ്യമാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. പ്രതിമയുടെ മുഴുവൻ ചെലവ് $250,000 ആയിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് $3-4 മില്യൺ ആയിരിക്കും. ബ്രസീലിലെ കത്തോലിക്ക സമൂഹമാണ് ഇതിന് പൂർണ്ണമായും ധനസഹായം നൽകിയത്. പ്രതിമയുടെ രൂപകൽപ്പന അന്തിമമാക്കുന്നതിന് വളരെ മുമ്പുതന്നെ 1922 സ്മാരകത്തിനുള്ള അടിത്തറ പാകി.